പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള മിശിഹായുടെ അമൂല്യ രക്തം കൊണ്ടത്രേ. മാനുഷികമായ പാപസ്വഭാവം മൂലം ദൈവസ്നേഹത്തിൻ്റെ മഹാസമുദ്രത്തിൽ നിന്നും അകന്നുപോയ മാനവരാശിയെ കൃപാവര സമൃദ്ധിയുടെ കൊടുമുടിയിലേക്ക് പിടിച്ചുയർത്തിയ മഹാരഹസ്യമായിരുന്നു ദൈവപുത്രന്റെ ബലിയർപ്പണം. ജീവൻ പകർന്നുകൊണ്ട് ഇന്നും ആ ബലിയർപ്പണം നമുക്കായി അവിടുന്ന് ആവർത്തിക്കുന്നു. ബലിയർപ്പിക്കപ്പെടുന്ന കളങ്കമേശാത്ത കുഞ്ഞാടിൻ്റെ അമൂല്യ രക്തവും ശരീരവും നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നു, വിണ്ണിലെ മഞ്ഞുതുള്ളിയിൽ നിന്നും പൂവിൻ്റെ അമൃത കണങ്ങളിൽ നിന്നും തേനീച്ച തേൻ സംഭരിക്കുന്നതുപോലെ സ്വർഗത്തിലെ മഞ്ഞുതുള്ളിയും പരിശുദ്ധ അമ്മയാകുന്ന പുഷ്പത്തിലെ അമൃത കണവുമായ ഈശോയെ വൈദികൻ നമുക്ക് ഭക്ഷണമായി നൽകുന്നു. ഓരോ മനുഷ്യനോടുമുള്ള ദൈവത്തിൻ്റെ അനന്തസ്നേഹം വെളിപ്പെടുത്തുന്ന ഈശോയുടെ സ്വയം ദാനമാണ് വിശുദ്ധ കുർബാന. വചനം പറയുന്നു, സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. മനുഷ്യരക്ഷയ്ക്കു വേണ്ടിയുള്ള സുവിശേഷ സന്ദേശങ്ങളുടെ പൂർത്തീകരണമായി കുരിശിൽ സ്വയം ബലിയായി തീർന്നുകൊണ്ട് ഈശോ സ്നേഹത്തിൻ്റെ ആ പുതിയ നിർവചനത്തിന് സ്വയം സാക്ഷ്യം വഹിച്ചു. ആ ജീവാർപ്പണം നമുക്കു വേണ്ടിയുള്ള സമ്പൂർണമായ ബലിയായിരുന്നു. ആ ബലിയുടെ അമൂല്യമായ നേട്ടങ്ങൾക്ക് ദിവ്യകാരുണ്യം നമ്മെ യോഗ്യരാക്കി തീർക്കുന്നു. അനേകം പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും അതുപോലെ മനസ്സ് വേദനിക്കുന്ന നിമിഷങ്ങളിലും ആശ്വാസം തേടി, മനസ്സിന് സൗഖ്യം തേടി, അതുപോലെ ഒരു സ്വർഗീയ വെളിച്ചം തേടി യേശുവിൻ്റെ അടുക്കിലേക്ക് പോവുക എന്നുള്ളത് എനിക്ക് വളരെയേറെ അനുഭവം തരുന്നൊരു കാര്യമാണ്. ചില വലിയ തിന്മയുടെ ശക്തികൾ, ഉപദ്രവങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ തിന്മ നിറഞ്ഞ വ്യക്തികൾ, സഭാവിരുദ്ധരോ മതവിരോധികളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരുങ്ങുമ്പോൾ ഞങ്ങൾ പരിശുദ്ധ കുർബാനയുടെ പക്കലേക്ക് തിരിയും. ഈശോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ വലിയ അത്ഭുതകരമായ ദൈവകൃപയുടെ പ്രവാഹം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഞാൻ ക്ലാസ്സിൽ കയറുന്നതിന് മുൻപ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാണ് സാറിന് ക്ലാസ്സിൽ കയറുന്നത്. അപ്പോൾ എൻ്റെ ടീമിനെ കൂട്ടി ജപമാല ചൊല്ലുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം, ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലാണ് ഇരുന്ന് ജപമാല ചൊല്ലുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും, ഏതെങ്കിലും ഗൗരവമായ കാരണത്താൽ തടസ്സപ്പെട്ടെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഞങ്ങളെല്ലാവരും കൂടെ ടീമങ്ങൾ ഇരുന്ന് ജപമാല ചൊല്ലും. ആ ജപമാല ചൊല്ലിക്കഴിഞ്ഞ് ചിലപ്പോൾ 4 മണിക്കൂർ, ചിലപ്പോൾ 4.5, ചിലപ്പോൾ 5 മണിക്കൂറൊക്കെ തുടർച്ചയായ ശുശ്രൂഷയാണ്. വചനപ്രഘോഷണം, ഗാന ശുശ്രൂഷ, കുർബാന, ആരാധന, ഇതൊക്കെ ആയിരിക്കാം. ഒരു ക്ഷീണവും അറിയില്ല. വലിയ രോഗശാന്തികളുണ്ടാകുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. മാത്രമല്ല ഞങ്ങളുടെ എൻ്റെ ശാരീരികമായ ക്ഷീണങ്ങളോ രോഗങ്ങളോ ഉള്ളപ്പോൾ പോലും അതിനൊക്കെ അതിജീവിക്കാൻ കൃപ തരും. ഒരിക്കൽ എനിക്ക് നല്ല പനിയാണ്, ജലദോഷം, എൻ്റെ സ്വരമൊക്കെ അടഞ്ഞിരിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി ഞങ്ങൾ ഒരു ജപമാല ചൊല്ലി സ്റ്റേജിലേക്ക് കയറുന്നു. ഞാൻ ആദ്യത്തെ 5 മിനിറ്റ് എൻ്റെ പതറിയ സ്വരത്താൽ, എൻ്റെ വളരെയേറെ ക്ഷീണിച്ച സ്വരത്താൽ സ്വരം ഉയർത്താനാവാതെ അല്പം ബുദ്ധിമുട്ടി ശുശ്രൂഷ ചെയ്യുക.
പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഈശോ ശക്തി തരും. അതുകൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് ആ ശുശ്രൂഷ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ ടീമിലുള്ളവരും ധ്യാനത്തിൽ പങ്കെടുത്തവരും അത്ഭുതകരമായ അനുഭവത്തോടെ എന്നോട് ചോദിച്ചു, അച്ഛനോ അസുഖമായിരുന്നു, പനിയായിരുന്നു എന്നുള്ളത് നേരാണോ? കാരണം പനിയുടെ യാതൊരു അസ്വസ്ഥതയോ തൊണ്ടയടപ്പോ അല്ലെങ്കിൽ ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഈ ശുശ്രൂഷ കഴിഞ്ഞപ്പോഴേക്ക്, പരിശുദ്ധ കുർബാനയുടെ ആരാധന കഴിഞ്ഞപ്പോഴേക്ക് വലിയ സ്വരത്തിൽ ആ സമയത്തൊക്കെ പാടുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 3-4 മണിക്കൂർ പ്രസംഗിച്ചു. ഒരു ക്ഷീണവും ഇല്ലാതെ ആ ശുശ്രൂഷ പൂർത്തിയാക്കി. അങ്ങനെയുള്ള നൂറുകണക്കിന് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. വിശുദ്ധ പാദ്രെ പിയോ പറയുന്നു, എല്ലായ്പ്പോഴും തിരുസഭയോട് ചേർന്ന് നിലകൊള്ളുവാൻ ശ്രദ്ധിക്കുക. അവിടെ നിന്ന് മാത്രമാണ് നിനക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കുക. അവിടെയാണ് സമാധാനത്തിൻ്റെ രാജകുമാരനായ മിശിഹ ദിവ്യകാരുണ്യത്തിൻ്റെ രൂപത്തിൽ സന്നിഹിതനായിരിക്കുന്നത്. മിശിഹായുടെ ശരീരത്തിലും രക്തത്തിലും നമുക്ക് പങ്കാളിത്തം നൽകുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. വചനം പറയുന്നു, പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ്. ദിവ്യകാരുണ്യം നമുക്ക് പകർന്നു നൽകുന്ന കൂട്ടായ്മയുടെ അനുഭവം വലുതാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. സ്നേഹമായി അവിടുന്ന് നമ്മിൽ നിറയുമ്പോൾ ഒരു സമൂഹമായി തീർന്ന് സത്യദൈവത്തെ ആരാധിക്കുവാനും അവിടുത്തേക്ക് സാക്ഷ്യം വഹിക്കുവാനും നാം പ്രാപ്തരായി മാറുന്നു. കുടുംബത്തിലെ പ്രശ്ന പരിഹാരത്തിന് തീർത്ഥാടനങ്ങൾ നടത്തും പലരും. അതുപോലെ ഭക്താഭ്യാസങ്ങൾ, നൊവേന, പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തലൊക്കെ നടത്തും. അതിനെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഏറ്റവും പരമപ്രധാനമായ കാര്യം പരിശുദ്ധ കുർബാനയിലേക്ക് തിരിയുക എന്നുള്ളതാണ് എന്ന് ഞാൻ വളരെയേറെ ഊന്നി പറയാറുണ്ട്. പരിശുദ്ധ കുർബാന ജീവൻ്റെ മന്നയാണത്. ദിവ്യബലിയിൽ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമല്ല, ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിൻ്റെ കൂടെ അതുകൂടാതെ പരിശുദ്ധ കുർബാന വെച്ചിരിക്കുന്ന സക്രാരിയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുക. രണ്ടാമതായി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധന നടത്തുക. അതും എന്നെ വളരെയേറെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഇപ്പം ഞങ്ങളുടെ ആത്മീയപിതാവായ ബഹുമാനപ്പെട്ട മാത്യു നാക്യംപ്രഭച്ചൻ പറയും, കുർബാന സാധിക്കുമെങ്കിൽ എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തണം. അത് ഞങ്ങൾ ശീലമാക്കിയിട്ടുണ്ട്. കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തും. അത് വളരെയേറെ അത്ഭുതകരമായ ഫലമുളവാക്കിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു വലിയൊരു ശക്തി, അല്ലെങ്കിൽ അതിനോടുള്ള ആത്മീയത എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുർബാന അർപ്പിക്കുമ്പോൾ അത് പങ്കെടുക്കുന്നവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുർബാന ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ. അതിന് കാരണം കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്നെനിക്ക് ബോധ്യമുണ്ട്. കുർബാന ജീവിതബന്ധിയായി അതിനുള്ള പ്രാർത്ഥനകൾ ചൊല്ലുക എന്നുള്ളത് മാത്രമല്ല, ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പ്രാർത്ഥന ചൊല്ലുമ്പോഴും അത് നമ്മുടെയും ആ ബലിയിൽ പങ്കെടുക്കുന്നവരുടെയും മാനവരാശി മുഴുവൻ്റെയും, അതുപോലെ നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവരുടെയും നിയോഗങ്ങളെല്ലാം എടുത്തു വെച്ച് യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ കൃപ അങ്ങോട്ടെല്ലാം ഒഴുകാൻ വേണ്ടിയുള്ള ബലിയർപ്പണമായിട്ടാണ് ഞാൻ സാറിന് ചൊല്ലുന്നത്. അത് ഒത്തിരി ഒരു അനുഭവമായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. ഞാൻ കുർബാന ചൊല്ലാൻ പലരോടും പറഞ്ഞു, നിങ്ങൾ കുർബാന ചൊല്ലിക്കുക, പക്ഷേ നിങ്ങൾ ആ കുർബാനയിൽ പങ്കെടുക്കണം. അപ്പോഴായിരിക്കില്ല നിങ്ങളുടെ നിയോഗത്തുള്ള കുർബാനയല്ല, പക്ഷേ നിങ്ങളൊരു കുർബാന എവിടെയായിരിക്കും അവിടെ പോയി ഒരു കുർബാനയിൽ പങ്കെടുക്കണം. പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി സ്രോതസ്സാണെന്നാണ് എൻ്റെ അനുഭവം. അത് ഞാൻ എല്ലാവരോടും പറയാറുമുണ്ട്. വിശുദ്ധ ജോസ് മരിയ എസ്ക്രീവ പറയുന്നു, ഓരോ തവണയും സക്രാരിയെ സമീപിക്കുമ്പോൾ ഓർമ്മിക്കുക, 20 നൂറ്റാണ്ടുകളായി അവൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നുവെന്ന്. ഒരു നിമിഷം ചിന്തിക്കാം, ദിവ്യകാരുണ്യത്തിൻ്റെ രൂപത്തിൽ സത്യദൈവം എന്നിൽ എഴുന്നള്ളി വരുമ്പോൾ എൻ്റെ കണ്ണുകൾ തുറക്കുന്നുണ്ടോ? ഹൃദയം ജ്വലിക്കുന്നുണ്ടോ?
സ്നേഹരാജനായ സത്യദൈവത്തിൻ്റെ സാമീപ്യം എൻ്റെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നുണ്ടോ? ഈശോയോടു കൂടെയായിരുന്ന് ദിവ്യകാരുണ്യമായി മാറി ഈ ലോകത്തിൽ സത്യദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മർത്യാവതാരമാർന്നു
ദിവ്യകാരുണ്യ ഈശോ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി പരിപാലിച്ച ഒരു കുടുംബം. ആധുനിക ലോകത്തിനു മുന്നിൽ ജീവിതവിശുദ്ധിയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി ഉയർന്നു നിൽക്കുന്ന ഈ കുടുംബം നമുക്ക് സമ്മാനിച്ചത് 3 വിശുദ്ധരെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനവരം സ്വീകരിച്ച് തൻ്റെ വിരൽത്തുമ്പിലൂടെ ലോകത്തിന് വെളിച്ചം പകർന്ന വേദപാരംഗത വിശുദ്ധ കൊച്ചുത്രേസ്യയും അവളുടെ വിശുദ്ധരായ മാതാപിതാക്കളും എല്ലാ കുടുംബങ്ങൾക്കും മാതൃകയും മധ്യസ്ഥയുമാണ്. ആദ്യ കുർബാന സ്വീകരണം മുതൽ ഇങ്ങോട്ട് വിശുദ്ധ കുർബാനയുടെ ഒരിക്കലും മങ്ങാത്ത വെളിച്ചം ഹൃദയത്തിൽ എന്നും സൂക്ഷിച്ചിരുന്നതാണ് ഈ കുടുംബത്തിൻ്റെ വിശുദ്ധിയുടെ രഹസ്യം. 2008 ഒക്ടോബർ 19 ബെനഡിക്ട് 16 പാപ്പ ലൂയി മാർട്ടിനെയും സെലിഗ്വരിനെയും വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ലൂയി മാർട്ടിൻ്റെയും സെലിഗ്വരിൻ്റെയും കുടുംബജീവിതം ഇന്നത്തെ ലോകത്തിലെ കുടുംബങ്ങൾക്ക് ഉത്തമ മാതൃകയാണ്. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയെന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ചെറുപുഷ്പത്തിലൂടെയാണ് അവളുടെ മാതാപിതാക്കളായ ലൂയി, സെലി ദമ്പതികളുടെ വിശുദ്ധ ജീവിതത്തെപ്പറ്റി ലോകത്തിന് അറിവ് ലഭിച്ചത്. ലൂയി മാർട്ടിനും സെലിഗ്വരിനും ഫ്രാൻസിലെ അലൻസോണിൽ നിന്നുള്ളവരാണ്. ലൂയി മാർട്ടിൻ 1823 ഓഗസ്റ്റ് 22-നും സെലിഗ്വരിൻ 1831 ഡിസംബർ 23-നുമാണ് ജനിച്ചത്. 22-ാമത്തെ വയസ്സിൽ ലൂയി മാർട്ടിൻ സന്യാസ സഭയിൽ ചേരാൻ ആഗ്രഹിച്ചെങ്കിലും ലത്തീൻ ഭാഷയിലുള്ള അറിവ് കുറവ് മൂലം അപേക്ഷ നിരാകരിക്കപ്പെട്ടു. സെലി സന്യാസിനിയാകുവാൻ ആഗ്രഹിച്ചെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും സാധിച്ചില്ല. ലൂയി വാച്ച് നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടി അലൻസോണിൽ വ്യാപാരം ആരംഭിച്ചു. സെലി അലൻസോൺ ലേസ് എന്ന ലേസു നിർമ്മാണശാല ആരംഭിച്ചു. അവിചാരിതമായി ലൂയിയും സെലിയും അലൻസോണിൽ കണ്ടുമുട്ടുകയും പരസ്പരം പരിചയപ്പെടുകയും ചെയ്തു. ദൈവഹിതമെന്നതുപോലെ ആ സൗഹൃദ ബന്ധം വളർന്ന് 1858 ജൂലൈ 13 അവർ വിവാഹിതരായി. അപ്പോൾ ലൂയി മാർട്ടിന് 35 വയസ്സും സെലിഗ്വരിന് 27 വയസ്സും പ്രായമുണ്ടായിരുന്നു. അവരുടെ മക്കൾ 9 പേരിൽ 4 പേർ ശൈശവപ്രായത്തിൽ തന്നെ സ്വർഗീയ ഭവനത്തിലേക്ക് എടുക്കപ്പെട്ടു. പിന്നീടുണ്ടായിരുന്ന 5 പെൺകുട്ടികളും ദൈവഹിതം മനസ്സിലാക്കി സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. മക്കളിൽ ഇളയവളായിരുന്നു തിരുസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വേദപാരംഗതയായി തീർന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ. ലൂയിയും സെലിയും തങ്ങളുടെ കുടുംബജീവിത മാതൃകയായി സ്വീകരിച്ചത് നസ്രസിലെ തിരുക്കുടുംബമാണ്. അതാണ് ആ കുടുംബത്തെ വിശുദ്ധരുടെ കുടുംബമാക്കി മാറ്റിയത്. വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ വർഷം സഹോദരീ സഹോദരന്മാരെ പോലെ ജീവിക്കുകയും പിന്നീട് ആധ്യാത്മിക ഗുരുവിൻ്റെ ഉപദേശപ്രകാരം വൈവാഹിക കടമയനുസരിച്ച് ജീവിക്കുകയും ചെയ്ത തൻ്റെ മാതാപിതാക്കളെപ്പറ്റി വിശുദ്ധ ചെറുപുഷ്പം എഴുതുന്നത് ഇപ്രകാരമാണ്: ദൈവം എനിക്ക് തന്ന മാതാപിതാക്കൾ ഭൂമിക്കെന്നതിനേക്കാൾ സ്വർഗത്തിന് യോജിച്ചവരാണ്. അമ്മയാണ് എന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതെന്നും കൊച്ചുത്രേസ്യ ഓർമ്മിക്കുന്നു. അപ്പനോടൊപ്പം നടക്കാൻ പോകുമ്പോൾ ഓരോ പള്ളിയിലും സന്ദർശനം നടത്തി പ്രാർത്ഥിച്ചിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് വിളിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രധാന ഉറവിടം അത് അവളുടെ കുടുംബം തന്നെയെന്ന് നിസ്സംശയം പറയാം. തിരുഹൃദയത്തോടും പരിശുദ്ധ കുർബാനയോടും പ്രത്യേക ഭക്തി അവർക്കുണ്ടായിരുന്നു. ദൈവമാതാവിനോടുള്ള സ്നേഹം
ആ കുടുംബത്തിൽ നിറഞ്ഞു നിന്നു. എല്ലാ ദിവസവും മക്കളെയും കൂട്ടി രാവിലെ 5:30 വിശുദ്ധ കുർബാനയ്ക്ക് പോകും. വിശുദ്ധ കുർബാനയുടെ ആരാധനയിലും അവർ സ്ഥിരമായി പങ്കെടുത്തു. ജപമാല ചൊല്ലാത്ത ഒരു ദിവസം പോലും ആ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. സെലിയുടെ ജീവിതാവസാന കാലഘട്ടത്തിൽ ക്യാൻസർ രോഗം മൂലം വേദനയുടെ പാരമ്യത്തിലും ആ കൈവിരലുകളിൽ നിന്ന് ജപമാല മാറിയിട്ടില്ല എന്ന് മകൾ സെലിൻ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രാർത്ഥനയുടെ ആ അരൂപി എല്ലാ മക്കൾക്കും പകർന്നു കൊടുക്കുവാനും അമ്മയ്ക്ക് സാധിച്ചു. വിശുദ്ധ കൊച്ചുത്രേസ്യ തന്നെ പറയുന്നത്, വിശുദ്ധർ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്നറിയണമെങ്കിൽ എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാൽ മതി എന്നാണ്. സെലിയുടെയും ലൂയിയുടെയും ജീവിതം കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. അയൽക്കാർക്കും നാട്ടുകാർക്കും, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും അവർ പ്രിയപ്പെട്ടവരായിരുന്നു. റെയിൽവേ സ്റ്റേഷനുകളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവരെയും പട്ടിണി കിടക്കുന്നുവെന്ന് കാണുന്നവരെയും സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് ഭക്ഷണവും വസ്ത്രവും കൊടുക്കുക സെലിയുടെയും ലൂയിയുടെയും പതിവായിരുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടി വാദിച്ച് പാവങ്ങൾക്കും അശരണർക്കും വേണ്ടി കോടതിയിൽ പോകുവാനും പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുവാനും അവർ മടിച്ചിരുന്നില്ല. സെലിഗുരിൻ്റെ ലേസ് നിർമ്മാണശാല നന്നായി പുരോഗമിച്ചിരുന്നതുകൊണ്ട് പരാധീനതയൊന്നുമില്ലായിരുന്നെങ്കിലും മക്കൾക്ക് ഇടയ്ക്കിടയ്ക്കുണ്ടായിക്കൊണ്ടിരുന്ന രോഗങ്ങളും 4 പ്രിയ കുഞ്ഞുങ്ങളുടെ അപ്രതീക്ഷിതങ്ങളായ മരണവും മൂലം വളരെയധികം കഠിനമായ ജീവിതാവസ്ഥകളിലൂടെയാണ് ആ കുടുംബം കടന്നുപോയത്. പിൽക്കാലത്ത് സെലിഗുരിൻ ക്യാൻസർ രോഗിണിയായി വളരെയധികം സഹിക്കേണ്ടി വന്നു. അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന മകൾ സെലിൻ എഴുതിയിരിക്കുന്നത്, അമ്മയുടെ ഏറ്റവും വലിയ ദുഃഖം അവസാന നാളുകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ചിന്തയായിരുന്നു എന്നാണ്. ക്യാൻസർ രോഗം സെലിഗുരിനെ മരണാവസ്ഥയിലെത്തിച്ചപ്പോൾ, എന്നെ സൃഷ്ടിച്ച ദൈവമേ, എന്നിൽ കരുണയുണ്ടാകണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1877 ഓഗസ്റ്റ് 28 ചൊവ്വാഴ്ച തൻ്റെ ഈ ലോകദൗത്യം പൂർത്തിയാക്കി സെലി സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേർന്നു. സെലിഗുരിൻ്റെ മരണശേഷം ലൂയി മാർട്ടിൻ അലൻസോണിൽ നിന്ന് 90 കിലോമീറ്റർ അകലെയുള്ള ലിസ്യൂവിലേക്ക് പുതിയ വീട് മേടിച്ച് താമസം മാറ്റി. കാരണം സെലിയുടെ സഹോദരന്റെ കുടുംബം അവിടെയാണ് താമസിച്ചിരുന്നത്. തൻ്റെ 5 പുത്രിമാർക്കും നല്ല വിദ്യാഭ്യാസവും അച്ചടക്കവും ദൈവഭക്തിയാൽ നയിക്കപ്പെടുന്ന ജീവിതവും ആഗ്രഹിച്ച ലൂയി മാർട്ടിന് സെലിയുടെ സഹോദരനും ഭാര്യയും താങ്ങും തണലുമാകുമെന്ന് ഉറപ്പായിരുന്നു. ലിസ്യൂവിലുള്ള കർമ്മല മഠത്തിലാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ അടക്കം 4 സഹോദരിമാർ പ്രവേശിച്ച് സമർപ്പിത ജീവിതം നയിച്ചത്. അതുകൊണ്ടാണ് കൊച്ചുത്രേസ്യ ലിസ്യൂവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ എന്നറിയപ്പെടുന്നത്. ലിസ്യൂവിലെ ലെബിസോണ എന്ന ഭവനത്തിൽ ലൂയി തൻ്റെ 5 പുത്രിമാരുമൊത്ത് താമസിച്ച് മക്കളുടെ വിദ്യാഭ്യാസത്തിനും ആത്മീയ പുരോഗതിക്കും വേണ്ടി തന്നാൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഓരോ മക്കളും തങ്ങൾക്ക് കിട്ടിയ ദൈവവിളി മനസ്സിലാക്കി കോൺവെന്റുകളിലേക്ക് പോകുമ്പോഴും നിറകണ്ണുകളോടെ ആ പിതാവ് ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവം തനിക്ക് നൽകുന്ന വലിയ ബഹുമതിയായിട്ടാണ് ലൂയി അതിനെ എടുത്തുകൊണ്ടിരുന്നത്. അപ്രതീക്ഷിതമായി വെറും 15 വയസ്സുള്ള തൻ്റെ കൊച്ചു റാണി കർമ്മലമഠത്തിൽ ചേരുവാനുള്ള ആഗ്രഹം അറിയിച്ചപ്പോൾ അതിനും തടസ്സം നിന്നില്ല. 2 മാസത്തിനു ശേഷം തന്നെ ശുശ്രൂഷിച്ചിരുന്ന മകൾ സെലിനും കർമ്മലമഠത്തിൽ ചേരുവാനുള്ള ആഗ്രഹം അറിയിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടാണെങ്കിൽ തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞു. ലൂയി മാർട്ടിൻ ജീവിത സായാഹ്നത്തിൽ ശാരീരികമായും മാനസികമായും
വളരെയധികം സഹനത്തിലൂടെ കടന്നുപോയി. അവസാനം മസ്തിഷ്കാഘാതമുണ്ടാവുകയും ശരീരത്തിലെ ഒരു ഭാഗം തളരുകയും ചെയ്തു. 1889 ജൂലൈ 28 രോഗീലേപനം സ്വീകരിച്ച് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ അദ്ദേഹം നിത്യസമ്മാനത്തിനായി ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. ലിസ്യു സെമിത്തേരിയിലാണ് ലൂയി മാർട്ടിനെ അടക്കിയിരിക്കുന്നത്. ലൂയി മാർട്ടിനെയും സെലിഗുരിനെയും വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ തിരുസഭ ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അവരുടെ കുടുംബജീവിതം ആധുനിക ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നൽകുന്നത് പ്രചോദനവും മാതൃകയുമാണ്. തിരുസഭയുടെ അടിസ്ഥാന ഘടകമായ കുടുംബം ദൈവസ്ഥാപിതമാണ്. ആ കുടുംബജീവിതത്തിലൂടെ ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര വൈവാഹിക ബന്ധത്തിലൂടെ, സ്നേഹത്താൽ പരസ്പരമുള്ള അർപ്പണത്തിലൂടെ ആർക്കും വിശുദ്ധരാകാം. കുടുംബജീവിതത്തിലൂടെ സ്വയം വിശുദ്ധീകരണം പ്രാപിച്ചതിനോടൊപ്പം ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധിയെ നൽകുകയും എല്ലാ മക്കളെയും വിശുദ്ധരുടെ നിരയിൽ എത്തിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അവരുടെ ജീവിതം ആധുനിക കുടുംബങ്ങൾക്ക് എന്നും മാതൃകയാണ്. കുടുംബങ്ങളുടെ നക്ഷത്രങ്ങളായി അവർ പ്രശോഭിക്കുന്നു. ലൂയി മാർട്ടിനെയും സെലിഗുരിനെയും വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഉയർത്തുക വഴി അവരുടെ ജീവിതത്തെ കൂടുതൽ പഠിക്കുവാനും മാതൃകയാക്കുവാനും തിരുസഭ ലോകത്തെ ആഹ്വാനം ചെയ്യുകയാണ്. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ സ്നേഹസന്ദേശം ലോകത്തിന് നൽകുവാനായി ഒരു കുടുംബത്തെ പ്രത്യേകമായി തെരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ ലൂയി മാർട്ടിൻ്റെയും വിശുദ്ധ സെലിഗുരിൻ്റെയും മാതൃക പിന്തുടർന്ന് ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹത്തിലും വിശ്വസ്തതയിലും വളരുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ.